34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പരിചിതമായ ഒരു വാക്യമാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് ഇവിടെ അതിൻ്റെ ആ തലക്കെട്ടിൽ തന്നെ പറയുന്നുണ്ട്. ദാവീദിനെ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ദാവീദിനൊരു പ്രിയപ്പെട്ട തീമായത്. എന്താ? ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താ, ദൈവത്തിൻ്റെ ഹൃദയം ആരോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ താനെ പലപ്പോഴും അങ്ങ് പറഞ്ഞു പോകാറുണ്ട്. മറ്റൊരു സങ്കീർത്തനം ദാവീദിൻ്റെ തന്നെ മറ്റൊരു സങ്കീർത്തനം നോക്കുക. 51-ാമത്തെ സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം 16 മുതൽ നമുക്ക് വായിക്കാം. 51-ാം സങ്കീർത്തനം 16 മുതൽ. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഇവിടെയും കണ്ടോ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുക. ദൈവം നോക്കുന്നത് എന്താ? തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം. ദൈവത്തിന് നേരത്തെ കണ്ടോ ആ 16-ാമത്തെ വാക്യം 51-16 വായിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലായതുകൊണ്ട് നമുക്കൊരു അതിൻ്റെ അകത്തൊരു ഞെട്ടലൊന്നും ഇല്ലാത്തത്. പഴയ നിയമ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. പിന്നെ എന്തിനാ ദൈവത്തിന് പ്രസാദം? പഴയ നിയമം മുഴുവൻ യാഗം അർപ്പിക്കുന്നതിനെക്കുറിച്ചല്ലേ പറയുന്നത്. നിങ്ങൾ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെങ്കിൽ വന്ന് യാഗം അർപ്പിക്കാനാണ് ഈ പഴയ നിയമം മുഴുവൻ ഈ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇതാ ഒരാൾ വന്ന് പറയുന്നു, ഹോമയാഗവും വേണ്ട, ഹന്യയാഗവും വേണ്ട, പിന്നെ ആകെപ്പാടെ എന്തോ മതി? തകർന്ന മനസ്സ് മതി, നുറുങ്ങിയ ഹൃദയം മതി എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു ഭംഗിവാക്കായിട്ട് നമ്മൾ കരുതല്ലേ. ദാവീദ് ആരായിരുന്നു? അപ്പോസ്തലപ്രവൃത്തി 13 പൗലോസിൻ്റെ വലിയ പ്രസംഗത്തിൽ നമ്മൾ ദാവീദിനെ വിശേഷിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, എനിക്ക് ബോധിച്ച പുരുഷനായി, ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. മലയാളത്തിൽ അതത്ര വ്യക്തമല്ല. എനിക്ക് ബോധിച്ച പുരുഷൻ, എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് ചേർന്ന ആളായിട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയാവുന്ന ഒരാൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അറിയാവുന്ന ഒരാളെന്നാണ് ദാവീദിനെ വിശേഷിപ്പിച്ചത്. ഇതൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ്. ഈ ദാവീദിന് അപ്പം നമുക്ക് ചിന്തിക്കുക, ദാവീദിന് ദൈവത്തിൻ്റെ ഹൃദയം അറിയാം, ദൈവത്തിൻ്റെ പ്രത്യേകത അറിയാം. ആ അറിയാവുന്ന ദാവീദ് ഹനനയാകവും ഹോമയാകവും ഒക്കെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗമെന്ന് പഠിപ്പിക്കുകയും അത് ആചരിക്കുകയും തലമുറകളായിട്ട് അത് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ പറയുക, ഹനനയാകവും ഹോമയാകവും ഒന്നും വേണ്ട, അതിനേക്കാളും പ്രധാനം എന്താ? തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ് എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു ഭംഗിവാക്ക് എന്നല്ല പ്രിയപ്പെട്ടവരെ കാണേണ്ടത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് മനസ്സിലാക്കിയ ദാവീദ് ആ കാലഘട്ടത്തിൽ തന്നെ, പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി. ഞാനിനി പറയാൻ പോകുന്ന ഒരു സെൻറ്റൻസ് കേട്ട് നിങ്ങൾ ഞെട്ടിപ്പോകരുത്. നിങ്ങൾ വിചാരിക്കുന്നത് കോട്ടയത്തു നിന്നെങ്ങോ ഒരു ബ്രദർ രാവിലെ വന്നു, അദ്ദേഹം ഞങ്ങൾ വിചാരിക്കുന്നതിന് വ്യത്യാസമായിട്ട് ഏതാണ്ടെല്ലാം ദുരുപദേശമൊക്കെ പറയുകയാണ് എന്ന് നിങ്ങൾ ദയവായിട്ട് ധരിക്കരുത്. ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്ത് ഞാനൊരു സെൻറ്റൻസ് പറയട്ടെ. അതായത് ദൈവം നിഷ്പക്ഷനല്ല. അയ്യോ, എന്തായി പറഞ്ഞത്? ദൈവം ആരാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്? ദൈവം വളരെ നിഷ്പക്ഷനും നീതിമാനുമാണെന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത്? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കരുതുന്നത്? ദൈവത്തിന് ഒരാളോടും മോഹപക്ഷമില്ല, അങ്ങനെയല്ലേ?
പക്ഷേ ഇപ്പോഴെന്താ പറഞ്ഞത്? ദൈവത്തിനൊരു പക്ഷപാതമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തെ വ്യക്തമാക്കാനാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യേശുവിൻ്റെ ഹൃദയം ചേർന്ന് നിന്നത് ആരോടാണ്? തകർന്ന നുറുങ്ങിയ ഹൃദയമുള്ള ഒരു നിലവിളിയുള്ള ആളുകളോട് കർത്താവ് എപ്പോഴും വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഈ ബൈബിളിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആചരിച്ച് ഒരു തെറ്റും ചെയ്യാതെ എല്ലാം കടുകിട തെറ്റാതെല്ലാം ഭംഗിയായിട്ട് ചെയ്താൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമെന്നല്ലേ നമ്മൾ പലപ്പോഴും കരുതിയിട്ടുള്ളത്. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ആ നിലയിൽ ചില ആളുകളുണ്ടായിരുന്നു. ആരാ? പരീശന്മാരായ ആളുകൾ എന്തായിരുന്നു? അവർ വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അവർ 10 കൽപ്പനകൾ വള്ളി പുള്ളി വിടാതെ അവർ പ്രമാണിക്കുമായിരുന്നു. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞത് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അന്ന് അവർ ഇന്നും ഇസ്രായേലിൽ പോയിട്ടുള്ള ചില പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, ഇസ്രായേലിൽ എന്തില്ല, ശബത്ത് നാളിൽ പോകുമ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, ലിഫ്റ്റേൽ ഇത് കുത്താനായിട്ട് പാടില്ല. അത്രയും പണിയാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കണം, ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾ. എന്നാൽ ആ പരീശനിലല്ല ദൈവം പ്രസാദിച്ചത്. ദൈവം അങ്ങനല്ലേ പ്രസാദിക്കേണ്ടത്. അതിനു പകരം ഒരു നന്മയും പറയാനില്ലാത്ത ചില ആളുകളെ ദൈവം പ്രസാദിച്ചു. അങ്ങനെയുള്ള ആൾക്കൊരു മുഖപക്ഷമില്ലേ? പക്ഷപാതപരമായിട്ടല്ലേ പെരുമാറുന്നത്? എല്ലാവരും നിശബ്ദരായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പ്രിയപ്പെട്ടവർ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. നമ്മൾ ഇതെന്തോ ഒരു നമുക്ക് ഒന്നിച്ച് നോക്കാം. നമുക്ക് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 2 പേരെക്കുറിച്ച് പറയുന്നു. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശനാരാ? എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആൾ രൂപമാണ് പരീശൻ. എല്ലാം കൃത്യമായിട്ട് ചെയ്യും, ഒരു തെറ്റും അവനെക്കുറിച്ച് പറയാനില്ല. പഴയ നിയമത്തിൽ കൊടുത്തിരുന്ന ആ നിലയിലുള്ള കൽപ്പനകളെല്ലാം അടിമുടി ഒരു തെറ്റും ചെയ്യാതെ അവനത് ചെയ്യും. ഇവിടെ കണ്ടോ, ആ പരീശൻ വന്നിട്ട് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? ഈ ആഴ്ചയിൽ ഞാൻ എന്തോ ചെയ്യുന്നു? 2 വട്ടം ഉപവസിക്കുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലെല്ലാം പതാരം കൊടുത്തു വരുന്നു. അവരത് പതാരം കൊടുക്കുന്നത് കേവലം പണം മാത്രമല്ല, എന്തെങ്കിലും 10 അരി ഉണ്ടെങ്കിൽ അത് ഒരു അരി മാറ്റി വെക്കും. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ് ഈ പരീശൻ. പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. മറ്റൊരാളോ? ചുങ്കക്കാരൻ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ചുങ്കക്കാരൻ്റെ പ്രത്യേകത എന്താ? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഇത്രയേ ഉള്ളൂ. ആട്ടെ, ഈ 2 പേരിൽ ആരെയാണ് ദൈവം നീതീകരിച്ചത്? ചുങ്കക്കാരനെ നീതീകരിക്കുന്ന ദൈവം നീതിമാനാണോ? ചുങ്കക്കാരൻ എന്തെങ്കിലും ഒരു നന്മ പറയാനുണ്ടോ? അവൻ പോലും, സാധാരണ മനുഷ്യരൊക്കെ അവരവരെ ന്യായീകരിക്കാനാണ് നമ്മുടെ എല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. എന്നിട്ട് ഈ ചുങ്കക്കാരൻ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അവന് തന്നെത്താൻ ന്യായീകരിക്കാൻ ഒന്നുമില്ല. അവനാകെ എന്താ ചെയ്യുന്നത്? അവന് സ്വർഗത്തേക്ക് നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, ഭാവിയായ എന്നോട് കരുണയുണ്ടാകണം. പക്ഷേ ദൈവം ആരെയാണ് നീതീകരിച്ചത്? ഈ ചുങ്കക്കാരനെ നീതീകരിച്ചു. തെറ്റ് ചെയ്യാത്ത പരീശനെ നീതീകരിച്ചുമില്ല, അവനൊന്നും കൊടുത്തുമില്ല. അവൻ വന്ന വഴിയെ തിരിച്ചു പോയി. സഹോദര സഹോദരി, ഞായറാഴ്ച വരുമ്പോൾ നമ്മൾ ചുങ്കക്കാരനാകാനാണോ അതോ പരീശനാകാനാണോ നമുക്ക് താല്പര്യം? പിന്നെ പ്രശ്നമാകുക അല്ലേ? അപ്പോൾ ചുങ്കക്കാരനാകാൻ ഞായറാഴ്ച ഞാൻ എന്താ വേണം? ഞാൻ ഉള്ള തെറ്റുകളെല്ലാം ചെയ്തേക്ക് വരണം എന്നാണോ ബ്രദർ പറയുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ അതല്ല പറയുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരികൾ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും എന്ത് വരാം? വലിയൊരു അപകടം വരാം. ഇവിടെ ഈ പരീശന് വന്ന അപകടം. പരീശൻ്റെ പ്രത്യേകത എന്താ? പരീശൻ പ്രാർത്ഥിക്കാനാണ് ചെന്നത്, പക്ഷെ പരീശൻ പ്രാർത്ഥിച്ചതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പരീശനെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? പരീശൻ തന്നോട് തന്നെ, പുള്ളി പ്രാർത്ഥിച്ചു. ആരോടാണ് പ്രാർത്ഥിച്ചത്? തന്നോട് തന്നെ. തൻ്റെ ചില പ്രശംസകൾ പ്രാർത്ഥനാരൂപത്തിൽ അവതരിപ്പിച്ചു. ദൈവം അതിനെ പ്രാർത്ഥനയായിട്ട് കൈക്കൊണ്ടില്ല. ഈ പരീശൻ പറഞ്ഞതെല്ലാം തന്നോട് തന്നെയായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. അതുപോലെ ഇദ്ദേഹം ഇവൻ എന്താ ചെയ്തതാ നമ്മൾ കാണുന്നത്? പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, ദൈവത്തെ സംബോധന ചെയ്യുന്നുണ്ട്, ദൈവമേ. ഓക്കെ. പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഭാവന ചെയ്യണം. ദേവാലയത്തിൽ ചെന്ന് ആ പരീശൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണെങ്ങോട്ടാണ് പോകുന്നത്? ഒരു വശത്ത് നോക്കുമ്പോൾ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, ഞെട്ടി മറ്റൊരാളെ നോക്കും വ്യഭിചാരികൾ, തന്നെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇവരെ പോലൊന്നും അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാ താനെ പറയുന്നു. ഇതുപോലൊന്നും അല്ലാത്തതിനാൽ ഈ പരീശൻ്റെ ഈ കൈകൾ എങ്ങോട്ടാണ് പോയത്? തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ നേരെ അവരെ ചൂണ്ടാനായിട്ടാണ് ആ വിരലുകൾ പോയത്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ദൈവമേ, ഈ പിടിച്ചുപറിക്കാരൻ, ഈ വ്യഭിചാരി, ഈ നീതികെട്ടവൻ. പക്ഷേ ചുങ്കക്കാരൻ്റെ കൈ എങ്ങോട്ടാണ് പോയത്? ചുങ്കക്കാരന് മറ്റൊരാളുടെ നേരെ ചൂണ്ടാനൊരു വിരലില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ആ വിരലുകളെല്ലാം മടക്കി സ്വന്തം നെഞ്ചത്തിട്ടു. കർത്താവേ, വാർത്തടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടാ കൂടുതൽ സാദൃശ്യം? ഇന്ന് ഈ ഞായറാഴ്ച നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ സാദൃശ്യം സത്യത്തിൽ പരീശനോടല്ലേ? പരീശനോടല്ലേ? അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിലുള്ള മറ്റാളുകളെ പോലെ നമ്മളെന്ത് ചെയ്യുന്നില്ല? നമ്മൾ പിടിച്ചു പറിക്കുന്നില്ല, നീതികേട് കാണിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല. 10 കൽപ്പനകൾ ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാത്രമോ? എൻ്റെ പ്രിയ പിതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവ്, ഞങ്ങൾ തലമുറകളായിട്ടേ ബ്രദറെ. എന്തൊക്കെയല്ലേ നമ്മുടെ ഉള്ളിലെ ഇരിപ്പ്? നമ്മളെ ദൈവം നീതീകരിക്കുമോ? അപ്പോൾ ദൈവത്താൽ നീതീകരിക്കപ്പെടണമെങ്കിൽ എന്തായി വരണം? ചുങ്കക്കാരൻ്റെ ആ മാനസിക നിലയിലേക്ക് വരണം. ചുങ്കക്കാരൻ്റെ പ്രവൃത്തി പോലെ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതീകരണവും കിട്ടാൻ ഈ അടുത്ത ആഴ്ച മുഴുവൻ പോയി പല തെറ്റുകൾ ചെയ്തേച്ച് ഇവിടെ വന്നിട്ട് ദൈവമേ എന്നല്ല ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നതിനെ ഞാൻ ഇങ്ങനെ സംക്ഷേപിച്ച് പറയാം. നമ്മൾ കാര്യം ചെയ്യുന്നതിലെ ആരെ പോലെ ആയിരിക്കണം? പരീശനെ പോലെ എല്ലാം കൃത്യമായിട്ട് ഭംഗിയായിട്ട് തെറ്റൊന്നും ചെയ്യാതെ തന്നെ ജീവിക്കണം. പക്ഷേ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ആ ചുങ്കക്കാരൻ്റെ ആ നിലയിലുള്ള ഒരു നിലവിളി മനസ്സിലുണ്ടാകും. കാരണം ദൈവത്തിനൊരു പക്ഷപാതമുണ്ട്. ദൈവത്തിന് തകർന്നിരിക്കുന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്, ഇതിനോടൊരു ചായ്വുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നോക്കുക, എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന ചില ആളുകൾ വന്നു. അവരോടൊക്കെ കർത്താവ് എന്താ പറഞ്ഞു? പരീശനോടൊക്കെ എന്താ പറഞ്ഞു? വെള്ള തേച്ച ഭയങ്കര ശബ്ദത്തിൽ, ഭയങ്കര നമ്മൾ ഞെട്ടിപ്പോകുന്ന നിലയിലൊക്കെ അവരോട് സംസാരിച്ചു. അതേസമയം വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീ, ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, മോളെ പോക്കോ, ഇനി മേലെ പാവം ചെയ്യരുത് കേട്ടോ. എന്തൊരു അലിവ! അങ്ങനെയാണോ നീതിയായിട്ട് ഒരാൾ പെരുമാറേണ്ടത്? ഈ കർത്താവിൻ്റെ പക്ഷപാതം അറിയാവുന്നവരാണ് ഇവളെ പിടിച്ചുകൊണ്ട് വന്നത്. ഈ കർത്താവിന് ഇങ്ങനെയൊക്കെയുള്ള ആളുകളോടാണ് കുറച്ച് അലിവെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് കയ്യോടെ കർത്താവിനെ പിടികൂടാൻ വേണ്ടിയാണ് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് വന്നിട്ട് പറയുന്നത്, കർത്താവെ, ഞങ്ങളുടെ പ്രമാണത്തിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. ആട്ടെ, നീ എന്തോ പറയുന്നു? ഉടനെ കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിഞ്ഞോട്ടെ. കല്ലെറിയേണ്ട എന്ന് പറയുന്നില്ല. ഓക്കെ, ഈ പ്രമാണങ്ങളെ ഒന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ ആദ്യത്തെ കല്ല് ആരെറിയണം? ഒരു തെറ്റും ചെയ്യാത്തവന് എറിയണം.
അപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രകാശം ആളുകളുടെ മേൽ പ്രതിഫലിച്ചു. അവർക്ക് ആ പ്രകാശത്തിന് മുമ്പാകെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളോ, ഞാൻ ആദ്യത്തെ കല്ലെറിയാനോ എങ്ങനെ എന്നെ കൊണ്ട് കഴിയും? കയ്യിലിരുന്ന കല്ല് ഓരോരുത്തരും പതുക്കെ പതുക്കെ അറിയാതെ തന്നെ കൈ നൂർന്നു പോയി. പതുക്കെ ഓരോരുത്തർ അവിടെ നിന്ന് അങ്ങ് സ്കൾക്ക് ചെയ്ത് സ്ഥലം കാലിയാക്കി. അവസാനം ഈ പാപിനിയായ സ്ത്രീ അവശേഷിച്ചു. കർത്താവ് പറഞ്ഞു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഇല്ല കർത്താവ്. ആട്ടെ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ കുറ്റം വിധിക്കാൻ അർഹനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനേ ഉള്ളൂ. കാര്യം ഒരു പാപത്തെക്കുറിച്ചും കർത്താവിന് ബോധമില്ല. പക്ഷെ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല. അതിനെ തുടർന്ന് പറയുന്നു, മേലിൽ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. നമുക്ക് ഇപ്പോൾ നമ്മുടേതുപോലെയൊക്കെ ഉള്ള സഭകളിൽ സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്താ? നമ്മൾ ലോകത്തിൻ്റെ രീതികൾ വിട്ട് നമ്മുടേത് പോലെയുള്ള എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ആകുന്നു. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അറിയാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പരീശൻ്റെ ഒരു ഫേസ് കട്ട് പതുക്കെ വരിക. ഞങ്ങൾ CFCക്കാരെയോ ഞങ്ങൾ ആരെയും ഇപ്പോൾ സഹോദരന്മാരാരോ പറഞ്ഞ പോലെ ആരെയും റവറൻ്റ് എന്നൊന്നും വിളിക്കുന്നില്ല, എല്ലാവരെയും ബ്രദർ എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഇറ്റ് ഈസ്, ബ്രദറെന്ന് വിളിച്ചാലും റവറൻ്റ് എന്ന് വിളിച്ചാലും ഈ മനസ്സിലിരിപ്പ് എന്താ? ദൈവത്തെ കളിപ്പിക്കാനൊക്കുകയില്ല. ദൈവത്തെ എന്ത് ചെയ്യാനൊക്കുകയില്ല? കളിപ്പിക്കാനൊക്കുകയില്ല. കാര്യം ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം. ഹൃദയം അറിഞ്ഞിട്ട് അവിടെ ഒരു തകർച്ചയുണ്ടെങ്കിൽ, നുറുക്കമുണ്ടെങ്കിൽ അങ്ങനെ ഒരുവനെ ചേർത്ത് പിടിക്കും. അതാണ് ദൈവത്തിൻ്റെ പക്ഷപാതിത്വം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വരുമ്പോൾ നമുക്കെപ്പോഴും എന്തേ ചെയ്യാനൊക്കെയുള്ളൂ? എത്ര നമ്മൾ വിശുദ്ധിയിൽ മുന്നോട്ട് പോയാലും നമുക്ക് ദൈവസന്നിധി വരുമ്പോൾ ആ ദൈവിക പ്രകാശത്തിന് മുമ്പാകെ കർത്താവേ, അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ നീതീകരിക്കും. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 34-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്, അവിടെ ദാവീദ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആ സങ്കീർത്തനം പറയുന്ന പശ്ചാത്തലം എന്താണെന്ന് നോക്കുക. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടുക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനം. 1 ശമൂവേൽ 21-10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. എന്താ? ശൗലിനെ പേടിച്ച് ദാവീദ് ഓടി നടക്കുന്ന കാലഘട്ടം. ഓടി നടക്കുമ്പം വിചാരിച്ചു, എന്നാൽ ആകീശിൻ്റെ അടുത്ത് ചെന്നാൽ, ആകീശ് എന്നാണ് രാജാവിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് അബീമേലെക്ക്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പം പട മേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തവും കൊടുത്ത് പടാന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പറയും, ഇവനാരാ? ഇവനെ 1000-ത്തെ കൊന്നും 10,000-ത്തെ കൊന്നും. ഇവനെക്കുറിച്ച് വലിയ പ്രശംസയൊക്കെ ആയിരുന്നു അവരുടെ ഇടയിൽ. അതുകൊണ്ട് ഇവനെ വിശ്വസിക്കരുതെന്ന് ആകീശിനോട് പറയുന്നു. കാര്യങ്ങൾ വഷളാകുമെന്ന് കണ്ടിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് തുപ്പലൊലിപ്പിച്ച് ഒരുമാതിരി പ്രാന്തം കളിച്ചു, പൊട്ടം കളിച്ച ഉടനെ ആകീശ് പറഞ്ഞു, ഇവിടെ തന്നെ പ്രാന്തന്മാർ കുറവായിട്ടാണ്. നോക്കുക, എന്തൊരു സ്വയം വിമർശനമാണ്. ഇവിടെ തന്നെ സ്ഥിരബുദ്ധിയില്ലാത്തവരുടെ എണ്ണത്തിനൊന്നും ഇവിടെ കുറവില്ലല്ലോ. എൻ്റെ രാജസദസ്സിൽ തന്നെ നിങ്ങൾ പലരും അത്ര നിങ്ങളുടെ മാനസിക നിലയെക്കുറിച്ച് എനിക്കറിയാം. ഇവിടെ ആളുകൾ കുറവായിട്ടാണോ ഇങ്ങനെ ഒരുത്തനെ കൂടെ കൊണ്ടുവന്നത്? ആ തക്കം നോക്കി ദാവീദ് ഓടിക്കളഞ്ഞു. ദാവീദിനെ കൊന്നില്ല, പക്ഷെ ഓടിപ്പോകുമ്പോൾ രചിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. ഈ സങ്കീർത്തനത്തിലാണ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഓടിപ്പോകുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിലൂടെ എന്തെല്ലാമായിരിക്കാം കടന്നുപോയത്. ദാവീദ് ഇശായിയുടെ വീട്ടിൽ വളരെ സന്തോഷമായിട്ടും സുഖമായിട്ടും ആടുകളെയൊക്കെ നോക്കി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് വിളിച്ച് ഇവൻ്റെ തലയിൽ ആ നിലയിൽ തൈലമൊക്കെ ഒഴിച്ച് അടുത്ത രാജാവാണെന്നും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറയുന്ന പോലുള്ള ഒരു പരിപാടിയായിപ്പോയി അല്ലേ. ദാവീദിന് ഇതിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദാവീദിനെ ശമൂവേൽ പറഞ്ഞ് അവൻ്റെ തലയിൽ
ഈ പറഞ്ഞതുപോലെ രാജാവാകാനുള്ള തൈലമൊക്കെ ഒഴിച്ച് നിന്നെ രാജാവാക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അന്ന് മുതൽ രാജാവിൻ്റെ മരുമകനുമായി. പക്ഷേ അന്ന് മുതൽ എന്തില്ല, ഒരു സ്വസ്ഥതയില്ല, എവിടെ നിൽക്കാനായിട്ടൊക്കുകയില്ല. ശൗല് കാലുവെന്ത നായെപ്പോലെ ഇട്ട് ഓടിക്കുക. ഒരിടത്തു നിന്ന് ഓടി മറ്റൊരിടത്ത് ഒരു ഗുഹയിൽ ചെല്ലുന്നു. അപ്പോൾ കാണാം അങ്ങേര് ആ ഗുഹയുടെ വാതിൽക്ക വന്നിരിക്കുന്നത്. പല രംഗങ്ങളും നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. ഇങ്ങനെയുള്ള ഓട്ടം, ദൈവമേ ഇതിനെന്നാ ഒരു അറുതി? നീയല്ലേ എന്നോട് പറഞ്ഞത് നിന്നെയാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് വെറും വാക്കായിരുന്നു. എന്നിത് നടക്കും. ഇവിടെ കണ്ടോ, ഞാനൊരു അന്യജാതിക്കാരൻ ഒരാളെ, സാധാരണ യഹൂദനൊന്നും അങ്ങനെ അഭയം തേടി മറ്റൊരാളുടെ അടുത്ത് പോവുകയില്ല. കാരണം അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, മറ്റൊരാളെ ആ നിലയിൽ കാണുകയില്ല. എന്നിട്ട് നിവൃത്തിയില്ലാതെ ഈ ആഖീഷിൻ്റെ അടുക്ക ചെന്നത്. എന്നിട്ട് അവിടെ പോലും ഒരു അഭയം കിട്ടാതെ താൻ ഒരുമാതിരി ഭ്രാന്തൻ കളിച്ച് രക്ഷപ്പെടേണ്ടി വന്നു. ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ഓടുന്ന രംഗത്ത് ഹൃദയം നുറുങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, അല്ലേ? മനസ്സ് തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത് ഇതാ, സഹോദര സഹോദരി, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ചിലപ്പം പ്രതികൂലമായ സാഹചര്യങ്ങൾ വരാം. നമുക്ക് അവിടെ നിൽക്കാനൊക്കാത്തവണ്ണം നമ്മുടെ അയൽക്കാർ, ചുറ്റുപാടുകൾ, സമ്മർദ്ദങ്ങൾ പലത് വരാം. സമൂഹത്തിൻ്റെ മുൻപാകെ നമ്മൾ നാണം കെട്ടു പോകുന്ന രംഗങ്ങൾ വന്നെന്ന് വരാം. പക്ഷെ അവിടെയൊക്കെയും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ രംഗത്ത് ദൈവത്തെ പഴിക്കാതെ, ഇവിടെ കണ്ടോ, ഈ രംഗത്ത് ദൈവത്തിനെതിരെ പഴിയുടെ ഒരു വാക്കുപോലും ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നില്ല. മറിച്ച് ഈ സാഹചര്യം അവനെ നുറുക്കി, അവൻ തകർന്നു, അവൻ്റെ ഹൃദയം തകർന്നു. ആ തകർച്ചയോടെ അവൻ ഓടുമ്പം അവൻ പറയാ, ദൈവമേ നീ എൻ്റെ അടുത്തുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന ഒരനുഭവമായിട്ട് താൻ എടുക്കുക. എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹം. ഈ അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നാണം കെട്ട് ഓടാൻ വന്നത് ഒരളവിൽ നന്നായി. എന്താ, എനിക്ക് കുറച്ചുകൂടി ഒരു ഹൃദയനുറുക്കം ഉണ്ടാകാനിടയായി. ദൈവം എന്നോട് കൂടുതൽ അടുത്തിരിക്കാനിടയായി. സഹോദര സഹോദരി, ഞാൻ പറയാൻ വരുന്നത് ഒരു കാര്യമേ ഉള്ളൂ. നമുക്കും ഈ നിലയിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ ദൈവത്തെ പഴി പറയുകയോ ചെയ്യാതെ, ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിൽ ശരണപ്പെടുന്ന തകർന്ന ഒരു ഹൃദയം, നുറുങ്ങിയൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് എന്തിനു സഹായിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൂടുതൽ അറിയാനിടയാകും. ദൈവം അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കുമെന്നാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് പറയുന്നത്. നമ്മളപ്പം എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഈ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും, ഇതെല്ലാം കൂടെ പറഞ്ഞ അങ്കിളെ ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും ഒരു കാര്യം പറ, എന്തെങ്കിലും ഒരു കാര്യം പറ എന്ന് പറയും. ആട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇത്രയും നാളിങ്ങനെ സഭയിലൊക്കെ വന്ന് നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കാം, ബ്രദറെ ഇതെല്ലാം കൂടെ ഒന്നും പറ്റിയാൽ ഏതെങ്കിലും ഒരു കാര്യം പറ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. അതിനെ ദൈവം എന്ത് ചെയ്യില്ല, കർത്താവ് എന്ത് ചെയ്യില്ല, കർത്താവ് സൈഡ് ട്രാക്ക് ചെയ്ത് പോവുകയില്ല. അങ്ങനെ ഒരാളെ ചേർത്ത് പിടിക്കും. കർത്താവ് വരുന്ന വഴിക്ക് കണ്ടോ, ഒരാൾ മരത്തെ കയറിയിരിക്കുക. ആരാ? സക്കായി. നേരെ ചൊവ്വേ കർത്താവിൻ്റെ അടുത്ത് വരാൻ ഒക്കുകയില്ല. കാര്യം പുള്ളിയുടെ കയ്യിലിരിപ്പ് അങ്ങനെ ചുങ്കക്കാരനാണ്. അങ്ങനെ അന്യായമായിട്ട് സമ്പാദിച്ചതെല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടെ വരുമ്പോൾ ഇതാ നസ്രയത്തുകാരനായ യേശുവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ ആ തേജസ്സിന് മുമ്പാകെ, കർത്താവിൻ്റെ ആ ജീവിതത്തിൻ്റെ ആ പ്രഭയുടെ മുമ്പാകെ തൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായിട്ട് കർത്താവിനെ അഭിമുഖീകരിക്കാൻ പോലും ധൈര്യമില്ലാതെ അവൻ മരക്കൊമ്പിലിരിക്കുക. കർത്താവ് നടന്നു വന്ന് കൃത്യം അവിടെ ആയപ്പോൾ, സക്കായി ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരാൾ സക്കായി. ആളുകൾ അങ്ങനെ പറഞ്ഞു കാണുകയില്ലേ? എന്തായിരുന്നു സക്കായിയുടെ പ്രത്യേകത? എന്തായിരുന്നു? ഒരു തകർന്ന മനസ്സുണ്ടായിരുന്നു, നുറുങ്ങിയ ഹൃദയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകളും നമ്മളെ ആ നിലയിലേക്ക് കൊണ്ടുവന്നാൽ അതിൽ നിന്ന് നമുക്കൊരു പ്രയോജനം എടുക്കാനും. ഇപ്പം തന്നെ നമ്മൾ ഈ 34-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. നമ്മൾ മുമ്പേ വായിച്ച 51-ാം സങ്കീർത്തനത്തിൻ്റെ തുടക്കം കണ്ടോ?
അത് വേറൊരു രംഗമാണ്. അവിടെ എന്താ, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, ദാവീദിൻ്റെ തന്നെ സങ്കീർത്തനമാണ്. അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത്. രംഗം നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താ ഈ സംഭവം? ദാവീദ് അങ്ങനെ ചെയ്യാമായിരുന്നു. ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് തൻ്റെ പടയാളിയായ ഊരിയാവിൻ്റെ ഭാര്യ ബേത്ശേബയെ ആ നിലയിൽ സ്വന്തമാക്കി. ആ സമയത്ത് ഊരിയാവ് എന്ത് ചെയ്യുക? ദാവീദിന് വേണ്ടി യുദ്ധമുന്നണിയിൽ പോയി യുദ്ധം ചെയ്യുക. വെയിൽ കൊണ്ട് ശത്രുക്കളുടെ അമ്പിനൊക്കെ ശരവ്യമായിട്ട് അവനിങ്ങനെ രാജ്യത്തെ കാക്കാൻ വേണ്ടി മുന്നണിയിൽ നിന്ന് പോരാടുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് രാജകൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ സുഖമായിട്ടിരിക്കുന്ന ദാവീദ് എന്ത് ചെയ്തത്? സ്വന്തമാക്കിയത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ബത്ശേബ പറഞ്ഞു ഇത് പ്രശ്നമായി എന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് വളരെ ബുദ്ധിയായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഒക്കുമോ? യോവാബിനോ അവിടുത്തെ സൈന്യാധിപനോട് പറഞ്ഞു, മറ്റവനെ ഇങ്ങോട്ടൊന്ന് അയക്കും, ഊരിയാവിനെ ഇങ്ങോട്ട് അയക്കും. എന്നിട്ട് ഊരിയാവിനെ ഒരു ദിവസമെങ്കിലും ബത്ശേബയോടൊപ്പം കഴിയാൻ വേണ്ടി ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവന് രാജ്യത്തോടും രാജാവിനോടും കൂറുള്ളവനായതുകൊണ്ട് അവൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ആ നിലയിൽ ഭാര്യയോടൊപ്പം സുഖമായിട്ട് ജീവിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദാവീദിൻ്റെ ആ അടവ് പൊളിഞ്ഞു. ഉടനെ അടുത്ത അടവെടുത്തു. എന്താ? ഒരു കത്ത് എഴുതി. ഈ കത്തുമായിട്ട് വരുന്ന ഊരിയാവിനെ എന്തോ ചെയ്തോണം? യുദ്ധത്തിൽ അവന് ആ നിറയിലെ മുറിവേറ്റ് മരിക്കത്തക്ക ഒരു സ്ഥലത്ത് നിർത്തിയേക്കണം എന്ന് കത്തെഴുതി അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിടുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഊരിയാവ് ഈ കത്തുമായിട്ട് പോകുമ്പോൾ ഈ രാജാവ് എന്ത് വേണം ഈ എഴുതിയേക്കുന്നതെന്ന് വിചാരിച്ച് ആരും കാണാതെ അതൊന്ന് തുറന്ന് വായിച്ചിരുന്നെങ്കിൽ എന്ത് കാണുമായിരുന്നു സ്ഥിതി. പക്ഷേ ഊരിയാവ് വളരെ വിശ്വസ്തനായിരുന്നു. അത്ര വിശ്വസ്തൻ. അവൻ സ്വന്തം മരണച്ചീട്ടുമായിട്ടാണ് പോകുന്നത്. യുദ്ധമുന്നണി ചെന്ന് യോവാബിനോ സൈന്യാധിപന് കൈമാറി. സൈന്യാധിപൻ അത് വായിച്ചിട്ട് എല്ലാം ചെയ്ത് രാജാവ് പറഞ്ഞതുപോലെ ഊരിയാവിനെ മുന്നിൽ നിർത്തി അവൻ കൊല്ലപ്പെടാനിടയായി. കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ ബത്ശേബയെ പട്ടമഹിഷിയായിട്ട് സ്വീകരിക്കുന്നു. അന്നേരവും രാജസദസ്സിലെ കവികൾ രാജാവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കി കാണും. എന്താ അവർ പാടിയത്? എന്തായിരിക്കും? ഞങ്ങളുടെ രാജാവ് എത്ര കാരുണ്യവാൻ. കണ്ടോ, ഒരു യുദ്ധത്തിൽ മരിച്ച ഒരു സാധാരണ പടയാളിയോടുള്ള ആദരവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രാജകൊട്ടാരത്തിൽ പട്ടമഹിഷിയായിട്ട് സ്വീകരിക്കാനുള്ള വിശാല ഹൃദയം. അങ്ങനെയായിരിക്കും സാധാരണ ജനം മനസ്സിലാക്കിയിരിക്കുക. രാജകൊട്ടാരത്തിലെ കവികളൊക്കെ രാജാവിനെ സ്തുതിക്കുന്ന പാട്ടുകളൊക്കെ എഴുതി കാണും. കണ്ടോ, എല്ലായിടത്തും തൊട്ടതെല്ലാം നേട്ടം. തൻ്റെ തട്ടിപ്പൊറ്റ മനുഷ്യൻ അറിഞ്ഞില്ലെന്ന് ദാവീദ് വിചാരിച്ചിരിക്കുക. എന്നാൽ ആര് കണ്ടു? മേളിലൊരാൾ കണ്ടു. നാഥാൻ പ്രവാചകനെ അയച്ചു. ഈ സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാവീദിന് എന്തുണ്ടായി? ദാവീദിന് പശ്ചാത്താപമുണ്ടായി. സഹോദരി, എനിക്കും നിനക്കും ചിലപ്പോൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഏതെങ്കിലും ഒരു തെറ്റിൽ വീണെന്നിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊരു ബോധ്യം ദൈവവചനത്തിലൂടെയോ ദൈവദാസന്മാരിലൂടെയോ നമുക്ക് ലഭിക്കുമ്പോൾ അതിനു മുൻപാകെ അതിനെ ന്യായീകരിക്കാതെ താഴ്ത്തുന്ന ഒരു മനോഭാവമുണ്ടോ? നാഥാൻ പ്രവാചകൻ എങ്ങനെയാണ് വന്നത്? നമുക്ക് അറിയാം. ആ രാജസദസ്സിൽ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ആ രാജസദസ്സിൽ രാജാവിനെക്കുറിച്ച് കവികളിങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന രംഗത്തായിരിക്കും നാഥാൻ ഇങ്ങോട്ട് വരിക. എന്നിട്ട് താനൊരു കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം ദാവീദ് ഉടനെ ഒരു ധീരോദാത്ത നായകനെ പോലെ ആ രാത്രി ചെയ്തത് ഇപ്പോൾ അവനെ കൈകാര്യം ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞു. ഉടനെ നാഥാ പറഞ്ഞു, ആ മനുഷ്യൻ നീതി. അയ്യോ, നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ചുങ്കക്കാരൻ അവൻ്റെ കൈ മറ്റൊരാടെ നേരെ ചൂണ്ടാനായിട്ട് വിരലില്ലാതെ ആ കൈ സ്വന്തം മാറത്തടിച്ചതുപോലെ ദാവീദിന് അപ്പോഴാണ് താൻ ചെയ്ത തിന്മകളെക്കുറിച്ചുള്ള ബോധ്യങ്ങളുണ്ടായത്. കൂടെ നിന്ന ആളെ വഞ്ചിച്ചു,
അവനെ കൊലയ്ക്ക് കൊടുത്തു, അവൻ്റെ ഭാര്യയെ തട്ടിയെടുത്തു. ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് ഒരു ഹൃദയനുറുക്കമില്ലാതെ ഞാനിങ്ങനെ ആയല്ലോ. എന്നെക്കുറിച്ച് എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ഇങ്ങനെയൊക്കെയാണ് വാഴ്ത്തപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. 51 സങ്കീർത്തനം നോക്കുക. താനത്ത് അവിടെ പറയുന്നത്, ദൈവമേ ഞാനെന്താ അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. പുറമേ എനിക്ക് എന്തെല്ലാം വേണമെങ്കിലും നടിക്കാം, പക്ഷെ ഉള്ളിൽ ഞാൻ എങ്ങനെയാണ് അതാണ് നീ നോക്കുന്നത് എന്ന് പറഞ്ഞ് താനെ പറയുക, എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു പ്രശംസയില്ല. ഞാൻ ഈ തെറ്റിന് വേണ്ടി വേണമെങ്കിൽ ഹന്യയാഗം അർപ്പിക്കാമായിരുന്നു, പക്ഷെ എത്ര ഹന്യയാഗം അർപ്പിച്ചാലും ഈ തെറ്റിന് പരിഹാരമാകുകയില്ലല്ലോ. ഞാൻ ഹോമയാഗം അർപ്പിക്കാമായിരുന്നു, പക്ഷേ ഞാൻ അർപ്പിക്കുന്ന ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ലല്ലോ. കർത്താവെ, പിന്നെ എനിക്ക് ആകെപ്പാടെ ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ, ഈ തകർന്ന മനസ്സ്, ഈ നുറുങ്ങിയ ഹൃദയം. ഇതുമായിട്ട് ഞാൻ അവിടുത്തെ അടുത്തേക്ക് വരുന്നു. ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ മനുഷ്യനെ നീതീകരിച്ചു. സഹോദരി, ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ഉള്ളൂ. നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു പ്രശംസയില്ലാതെ ആത്മീയ കാര്യത്തിലും പ്രശംസ വരാം. അതിനെയാണ് ആത്മീയ നിഗളം പറയുന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പേ ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞതുപോലെ, നമ്മളൊരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ പറഞ്ഞ പോലെ, ഞങ്ങളാരും ദശാംശമൊന്നും വാങ്ങിച്ച് കാറെ കയറിയൊന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ സഹോദരന്മാരും അവരൊക്കെ എത്ര നല്ല മനുഷ്യർ, ഒക്കെ ശരിയാ. പക്ഷേ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിന് മുമ്പാകെ എവിടെയെങ്കിലും നമുക്ക് നീതി കിട്ടുമോ? അപ്പോൾ അവിടെയാണ് കാര്യം. ദൈവത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പാകെ വരണം. അതുകൊണ്ടാണ് നമ്മൾ റോമർ 8:28-29 നമ്മുടെ ഒരു കുറിവാക്യം പോലെ നമ്മൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നു. റോമർ 8:28-29 എന്താ? ഞാൻ വെള്ളച്ചാട്ടം പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. റോമർ 8:28-29 വാക്യങ്ങളിൽ നമുക്കറിയാം ദൈവം എന്ത് ചെയ്തിരിക്കുക. നമ്മളെക്കുറിച്ച് ദൈവത്തെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. എന്താ ആത്യന്തിക നന്മ? ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. അതാണ് ആത്യന്തികമായിട്ട് നമുക്ക് ഈ ഭൂമിയിലുള്ളപ്പം നേടാവുന്ന ഏറ്റവും വലിയ നന്മ. കൊച്ചിന് ഗൾഫിൽ ഒരു വിസ കിട്ടുന്നത് നന്മയാണ്, തീർച്ചയായിട്ടും നന്മയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല. കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം, നന്മയാണ്, പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് പഠിപ്പിച്ച മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കർത്തൃപ്രാർത്ഥനയിൽ 4-ാമത്തേതായിട്ട് എന്തുണ്ട്? ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ കേവലം അപ്പം മാത്രമല്ല, അതിനോട് ചേർന്ന് കുഞ്ഞുങ്ങളുടെ കാര്യവും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് പറയാം. പക്ഷേ കണ്ടോ, അതെല്ലാം പറയുമ്പോഴും നമ്മൾ ഓർക്കണം, കുഞ്ഞിൻ്റെ കല്യാണം നടക്കുന്നതും അവന് ഗൾഫിൽ വിസ കിട്ടുന്നതും നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നതും ഇങ്ങനെയുള്ള ഈ കാണുന്ന കാര്യങ്ങളല്ല ആത്യന്തിക നന്മ. നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം കൊണ്ട് നമ്മൾ എന്തായിത്തീരണം? കഴിയുമെങ്കിൽ ഒരു ചുവടെങ്കിലും കർത്താവിനോട് അടുത്ത് ചെല്ലാൻ, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമുക്കിടയാകണം. ഇതിനെ നമ്മളൊരു നിലവാരം പോലെ വയ്ക്കുമ്പോഴാണ് നമുക്കെപ്പോഴും നമ്മുടെ കുറവിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നത്. ഇന്ന് ക്രിസ്തീയ ലോകത്ത് നോക്കുക, ഇതൊരു നിലവാരമായിട്ട് ആരും വെക്കുകയില്ല. ഞാൻ പറയുന്നത്, മറ്റു പലരും ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ പറയൂ, അങ്ങനെ വല്ലതും നമ്മളെക്കൊണ്ട് ജീവിക്കാൻ ഒക്കുമോ ബ്രദറെ? കർത്താവിൻ്റെ സ്വഭാവത്തോട്, കർത്താവാരാ ഞാനാരാ? നിങ്ങൾ ഭയങ്കര അഹങ്കാരത്തിൽ പറയുക കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം എന്നൊക്കെ, അങ്ങനെ വല്ലതും ജീവിക്കാൻ ഒക്കുമോ എന്നൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയ ലോകം ഈ വാക്യത്തിനെതിരെ പറയുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു നിലവാരമായിട്ട് കാണാതെ അവരവരെത്തിപ്പെടുന്ന വിശുദ്ധിയുടെ കൊച്ചു കൊച്ചു തുരുത്തുകളെ മഹത്വവൽക്കരിച്ച് സന്തോഷിച്ച് ഏതാണ്ടൊക്കെ ആയി എന്ന് പറഞ്ഞ് നിൽക്കുക. അതേസമയം ഇതൊരു നിലവാരമായിട്ട് വെച്ചാൽ നമുക്കെപ്പോഴും എന്തുണ്ടാവും? ഒരു തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയമുണ്ടാകും. നമ്മൾ ഒന്ന് യോഹന്നാൻ, നമുക്ക് പരിചിതമായ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയാണ്. നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായം നോക്കുക. 3-ന്റെ 2-3 വാക്യങ്ങൾ.
നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ് നമ്മളെന്താകുന്നത്? 100% അവനെ പോലെ ആകുന്നു. 100% അവനെ പോലെ ആകുന്നു. ഓക്കെ, അത് സമ്മതിച്ചു. എന്നാൽ അതുകൊണ്ട് എന്തോ വേണം? അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മലീകരിക്കണം. കണ്ടോ ആ നിലവാരം? കർത്താവ് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ ഓരോ ദിവസവും ജീവിച്ചിട്ട് രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ പായിട്ടു, പ്രാർത്ഥിച്ചു, അതെല്ലാം കഴിഞ്ഞ് അവർ ഉറങ്ങാൻ പോയി. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് പിന്നിട്ട ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ, ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്തു, ഇത് ഭംഗിയായിട്ട് ചെയ്തു, മറ്റാളുകളെ പോലല്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ ഒരു പ്രശംസയുടെ ചിന്തകളായിരിക്കും നമുക്ക് പലപ്പോഴും ഹൃദയത്തിൽ വരുന്നത്. പക്ഷേ അവിടെ നിർത്തല്ലേ, ഉടനെ തന്നെ അതിനെ കർത്താവുമായിട്ട്, കർത്താവിൻ്റെ നിലവാരത്തോട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പം, അയ്യോ കർത്താവേ, ഞാൻ നല്ല വാക്കാ പറഞ്ഞത്, പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ ഇൻറ്റൻഷൻ ശരിയല്ല, എൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശ്യം ശരിയല്ലായിരുന്നു. ഞാൻ എൻ്റെ ചിന്തയിൽ ഇന്നിൻ്റെ കാര്യങ്ങളാണ് പോയത്, പക്ഷേ ഞാൻ അതൊന്നും ഭാവിക്കാതെ വേറെ നല്ല മനോഹരമായ സെൻറ്റൻസുകളൊക്കെയാണ് പറഞ്ഞത്. ഇത്രയും ഒരു നാട്യക്കാരനുണ്ടോ? ഇത്രയൊരു അഭിനേതാവുണ്ടോ? ഹിപ്പോക്രൈറ്റ് എന്നുള്ളതിൻ്റെ ആ വാക്ക് അഭിനേതാവ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും നമ്മളെപ്പോലെ ഇത്രയും അഭിനയിക്കുന്ന ആളുകളുണ്ടോ? ഓരോ ദിവസവും രാത്രിയിൽ ദൈവസന്നിധിയിൽ ഈ നിലവാരത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ കൈ മടക്കി സ്വന്തം നെഞ്ചത്തിട്ട് കർത്താവേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അത് അർത്ഥപൂർണമായിട്ട് പറയാൻ കഴിയണം. അങ്ങനെ പറയുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും? തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ മനസ്സിനെ കടന്നു പോവുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ ബൈബിളിൽ കാണുന്ന ആ ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ജീവിക്കണം. അല്ലാതെ വ്യഭിചാരത്തിലോ അല്ലെങ്കിൽ ചുങ്കക്കാരനെ പോലെയോ പിടിച്ചുപറിക്കാരനോ ഒന്നും ആകരുത്. പരീശനെ പോലെ തന്നെ കൃത്യമായിട്ടെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. പക്ഷേ നിലവിളി ആരുടേതായിരിക്കണം? ചുങ്കക്കാരൻ്റെ നിലവിളിയായിരിക്കണം. പരീശൻ്റെ ജീവിതവും ചുങ്കക്കാരൻ്റെ നിലവിളി. ഈ നിലവിളി ഒരു ടെക്നിക്ക് പോലെ കൊണ്ടു നടന്ന ദൈവത്തെ കളിപ്പിക്കാനൊക്കെയില്ല. ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അയ്യോ കർത്താവേ എന്ന് പറഞ്ഞൊരു നിലവിളി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എന്ത് ചെയ്യും? അവിടുത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇതാണ് ഒരൊറ്റ കാര്യം പറയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്. ക്രിസ്തീയ ജീവിതം എത്ര വർഷങ്ങൾ മുന്നോട്ട് പോകട്ടെ, 25 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, പക്ഷേ എത്ര വർഷങ്ങൾ മുന്നോട്ട് പോയാലും കർത്താവിൻ്റെ സ്വഭാവം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയൻ, നമ്മുടെ മാനദണ്ഡമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമുക്കെപ്പോഴും ഒരു നിലവിളി ഹൃദയത്തിലുണ്ടാവും. ഈ നിലവിളി നമുക്ക് ആ നിലവിളി മറ്റാളുകളെ കേൾപ്പിക്കണ്ട, നമ്മളും കർത്താവ് മാത്രം കേട്ടാൽ മതി. കാര്യം ആ നിലവിളി കേൾപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിൽ തന്നെ പ്രശംസ കിട്ടും. ഈ ജീവിതം ഒരു കുഴപ്പം പിടിച്ച ജീവിതം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ജീവിതമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രശംസിക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോഴും എന്തോ പറ്റും? അബോധപൂർവമായിട്ട് ആളുകളിൽ നിന്ന് ഒരു മഹത്വം നമുക്ക് കിട്ടും. കണ്ടോ ആ സഹോദരൻ ഇത്രയൊക്കെ ആയിട്ടും കണ്ടോ അദ്ദേഹത്തിൻ്റെ താഴ്മ കണ്ടോ? അയ്യോ, തന്നെ ന്യായീകരിക്കാതെ ഒക്കെ പറയുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ദൈവം മുമ്പാകെ ജീവിക്കുക, മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കാതെ ഇരിക്കുക. നമുക്ക് ആളുകളെ കബളിപ്പിക്കാനൊക്കും, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതാ 34-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നങ്ങൾ, ആ നിലയിൽ ദാവീദിൻ്റെ മുമ്പാകെ പല നിലയിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോഴും ആ സമ്മർദ്ദം ദാവീദിനെ എന്തിലേക്ക് നടത്തി? ഒരു നിലവിളിയിലേക്ക് നടത്തി.
51 സങ്കീർത്തനത്തിൽ വന്നപ്പോൾ തൻ്റെ ഒരു തെറ്റിനെക്കുറിച്ചുള്ള തിരിച്ചതിനെ എന്തിലേക്ക് നടത്തി? ഒരു സ്വയന്യായീകരണമില്ലാതെ, ദൈവമേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ഞാൻ ഊരിയാവിനോടോ ബേശേബയോടോ അല്ല പാപം ചെയ്തത്, നിന്നോട് തന്നെയാണ്. നോക്കുക, ഇതിൻ്റെ 51-ന്റെ 4-ാം വാക്യം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. വേറെ ഒരു സങ്കീർത്തനവും ഈ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുണ്ട്. 34-ാം സങ്കീർത്തനത്തിൻ്റെ 2 സങ്കീർത്തനം പുറകിൽ 32-ാം സങ്കീർത്തനവും ബേശേബ സംഭവത്തിന് ശേഷം ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അവിടെയും കണ്ടോ, ഞാൻ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് ഭാഗ്യവാൻ. ഞാനോ, എൻ്റെ കാര്യം എങ്ങനെയാണ്? ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഞാൻ ചെയ്ത പാപം, അതിനെക്കുറിച്ചുള്ള ചിന്ത, എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. കണ്ടോ 4-ാമത്തെ വാക്യം. എന്നാൽ 5-ാമത്തെ വാക്യം അവിടെ ഒരു വാതിൽ തുറക്കുന്ന പോലെ. 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുത്ത് ഏത് കൊടിയ പാപത്തിനും എന്തുണ്ട്? കരുണ കിട്ടുന്ന ഇടമാണ്. അതുകൊണ്ടാണ് കർത്താവിനെ നമ്മൾ വിടരുതാത്തത്. വേറെങ്ങും ലോകത്ത് ഇത് കിട്ടുകയില്ല. തെറ്റ് ചെയ്തവൻ എവിടാ? ഇവിടെ ഒരു കോടതിയുടെ മുമ്പാകെ പോയാൽ തെറ്റ് ചെയ്തവൻ എന്തേ കിട്ടുകയുള്ളൂ? ശിക്ഷയെ കിട്ടുകയുള്ളൂ. പക്ഷെ തെറ്റ് ചെയ്തവന് കരുണ കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടാ? കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റ് ഈ മതങ്ങളുടെയൊക്കെ ഒന്ന് വായിച്ച് നോക്ക്. ഞാൻ ചുരുക്കമായിട്ടൊക്കെ ചിലതൊക്കെ വായിച്ചും നോക്കിയിട്ടൊക്കെ ഉണ്ട്. വേറൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനേ വരുന്നു. പക്ഷേ വേറെ എങ്ങും ഒരു സാധ്യത കാണാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇങ്ങനൊരു ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പെരുമാറാനൊക്കെ ഉള്ളൂ. യേശു ദൈവത്തിന് മാത്രമേ ഇങ്ങനെ നമ്മളോട് കരുണ കാണിക്കാനൊക്കെ ഉള്ളൂ. ആ കരുണയുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ ഹൃദയനുറുക്കത്തോടെ ചെന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് മാത്രമല്ല, സമയം കടന്നു പോകുന്നല്ലോ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. എന്ന് മാത്രമല്ല, ഈ നിലയിൽ നോക്കുക, ഈ 2 സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ച 34-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു ഇരുണ്ട അധ്യായങ്ങളെ കുറിക്കുന്നത്. ഒന്നെന്താ? എല്ലാവരോടും യുദ്ധം ചെയ്ത് ജയിക്കേണ്ടതിന് പകരം ശത്രുവിൻ്റെ മുമ്പാകെ ഒരു മനോരോഗിയെപ്പോലെ തുപ്പലി ഒലിപ്പിച്ച് ഒരു വിധത്തിൽ ജീവനും കയ്യിലെടുത്ത് പിടിച്ച് ഓടുന്ന രംഗം. അതാണ് 34-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനമോ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മോശമായ ഹീനമായ പാപം ചെയ്തത് എക്സ്പോസ്ഡായി, വെളിച്ചത്തായി. നാഥാൻ കൊണ്ടുവന്നത് അത് ദാവീദിൻ്റെ ആ നീതിയുടെ അങ്കിയൊക്കെ കീറി എല്ലാം വെളിച്ചത്തായി. ദാവീദ് അപ്പോഴും ആ നാണക്കേടിൻ്റെ 2 രംഗവും ദാവീദിൻ്റെ നാണക്കേടിൻ്റെ, നമ്മൾ വല്ല ആത്മകഥ എഴുതിയാൽ ഈ 2 ഭാഗങ്ങളും ചിലപ്പോൾ നമ്മളങ്ങ് തമസ്കരിച്ച് കളയും. ഈ ഭാഗങ്ങളൊന്നും പറയുകയില്ല. തുപ്പലൊലിപ്പിച്ച് ഓടിയ കാര്യവും മറ്റേ ബേശേബ സംഭവവും ഒക്കെ നമ്മളങ്ങ് തമസ്കരിച്ച് വേറെ നല്ല കാര്യങ്ങളൊക്കെ എഴുതും. ഗോലിയാത്തിനെ എറിഞ്ഞു കൊന്നതും. പക്ഷേ കണ്ടോ, ദൈവവചനം എത്ര കൃത്യമാണ്. എത്രയും നല്ല ആളാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അവൻ്റെ തെറ്റും എന്ത് ചെയ്യല? ദൈവം മറച്ചു വയ്ക്കുകയില്ല. എന്തിനാ മറച്ചു വയ്ക്കാതെ ഇങ്ങനെ രേഖപ്പെടുത്തിയത്? സഹോദര സഹോദരി, എനിക്കും നിനക്കും ഒരു പാഠമാകാൻ വേണ്ടി. നമ്മുടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് വേണം? ദൈവത്തോടടുത്ത് ചെല്ലണം. തകർന്ന ഒരു ഹൃദയം, നുറുങ്ങിയ മനസ്സ്, അങ്ങനെ ചെന്നാൽ ദൈവം നമ്മളെ നീതീകരിക്കും. ദൈവത്തിൻ്റെ പക്ഷപാതിത്വം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ തെറ്റുകൾ വരാതെ പോലും നമ്മളെന്താ, കർത്താവിൻ്റെ ആ നിലവാരം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു നിലവിളി ഉണ്ടാവും. നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാനായിട്ടൊക്കും. ഇതെല്ലാമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം.
ഇതായത് 34-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും രണ്ടും ദാവീദിൻ്റെ ഏറ്റവും നിരാശയുടെയും ഏറ്റവും ആ നിലയിൽ ഇരുണ്ട അധ്യായം എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രണ്ട് രംഗങ്ങളാണ്. പക്ഷെ ഈ രണ്ട് രംഗങ്ങളെ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് തകർന്നു നുറുകിയും ഒരു ഹൃദയത്തോടെ ദൈവത്തെ ശരണം പ്രാപിച്ചാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അതിനെ അവിടെ തന്നെ ആ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എന്നൊരു വാക്യമില്ലേ? എൻ്റെ വിലാപത്തെ എന്താക്കി തീർത്തു? വിലാപത്തിൻ്റെ വസ്ത്രം മാറ്റി, വിലാപത്തിൻ്റെ അങ്കിയൊക്കെ മാറ്റി തന്നു എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. വിലപിച്ചുകൊണ്ടിരുന്ന ആളിനെ എന്താക്കി? നൃത്തം ചെയ്യുന്ന ആളാക്കി മാറ്റി. നേരെ ഓപ്പോസിറ്റായിട്ട് കൊണ്ടുവന്നു. ഹോശേയയുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ഹോശേയ എവിടെയാണെന്ന് സംശയമുണ്ടോ? ദാനിയേൽ, ഹോശേയയുടെ പുസ്തകം നോക്കുക. നമ്മൾ അതിൻ്റെ രണ്ടാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ഹോശേയ 2:15. കണ്ടോ, ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിനെ ദൈവം ആ നിലയിൽ സന്ദർശിച്ച് അവൾക്ക് നന്മ ചെയ്യും, അവൾക്കൊരു പ്രത്യാശയുടെ വാതിൽ തുറന്നു കൊടുക്കും എന്നൊക്കെ പറയുന്ന രംഗമാണിത്. ഇവിടെ കണ്ടോ, ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. ആഘോർ താഴ്വര അതെന്താ? ആഘോർ താഴ്വര പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ് ഈ ആഘോർ താഴ്വര. ആഘോർ താഴ്വര എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രം അറിയാമെങ്കിൽ അതെന്താ? ഇസ്രായേൽ ഏറ്റവും നാണം കെട്ട ഒരു സ്ഥലമാണ്. എവിടെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യോശുവയുടെ പുസ്തകത്തിലാണ്. യോശുവയുടെ പുസ്തകം നമുക്ക് അതെല്ലാം എടുത്ത് വായിക്കേണ്ട. 7-ാം അധ്യായത്തിലേക്ക് വരിക. യോശുവയുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ കണ്ടോ, അതിൻ്റെ 26-ാമത്തെ വാക്യം, 7-ന്റെ 26-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 25 മുതൽ വായിച്ചു തുടങ്ങാം. നീ ഞങ്ങളെ വലച്ചതെന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്ന് കൂട്ടി, അത് ഇന്ന് വരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു. എന്താ ഈ സംഭവം? നമുക്കറിയാം. ഞാൻ വേഗത്തിൽ പറയാം. മോശയ്ക്ക് ശേഷം യോശുവ സേനാനായകനായി കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുക. കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് എരീഹോ കോട്ടയായിരുന്നു. എരീഹോ കോട്ട. ആ കോട്ടയിൽ കടക്കാൻ പ്രയാസമാണ്. പല കാര്യങ്ങളും നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. ഒടുവിൽ അവർ ആ കോട്ട കീഴടക്കി. എന്താ? അവസാനത്തേത് ഓരോ ദിവസവും അതിനെ ചുറ്റി നടക്കുക. 7-ാമത്തെ ദിവസം 7 വട്ടം ചുറ്റി നടന്നിട്ട് എല്ലാവരും കൂടെ ആർപ്പിട്ടപ്പോൾ ദൈവം തന്നെ ആ കോട്ട തകർന്നു വീഴാനിടയായി. ഓരോരുത്തർ ചെന്ന് ആ പട്ടണത്തെ കീഴടക്കി. ഇസ്രായേല് മരുഭൂമിയിലൂടെ വന്ന് കനാനിൽ ആദ്യം നേടിയ വിജയമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ എരീഹോവിനെ കീഴടക്കാൻ പോകുമ്പോൾ യോശുവ പറഞ്ഞിരുന്നു, നിങ്ങൾ കീഴടക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇതെന്താ? ഇത് ശപഥാർപ്പിതം. ശപഥാർപ്പിതം എന്ന് വെച്ചാൽ ഒരു ശപഥത്തിലൂടെ ഇത് ദൈവത്തിനായിട്ട് നേർന്നതാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്, സ്വന്തമായിട്ടൊന്നും ഒരാളും ഒന്നും എടുക്കരുത്, പൊന്നോ വെള്ളിയോ ഒന്നും എടുക്കരുത്, മുഴുവനും നശിപ്പിക്കണം. ഇത് ശപഥാർപ്പിതമാണ്. ഓക്കെ, എല്ലാവരും സമ്മതിച്ചു. പക്ഷേ ഈ എരീഹോ കോട്ട കീഴടക്കി. അത് കഴിഞ്ഞിട്ട് യോശുവ പറഞ്ഞു, ഇനി ഒരു കൊച്ചു പട്ടണമുണ്ട്, ഹായ്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം കൂടെ പറഞ്ഞു, ഈ ഹായിയെ കീഴടക്കാൻ നമ്മൾ ഇത്രയും പേരൊന്നും പോകണ്ട, വല്ലതും 2000-3000 പേര് പോയാൽ മതി, കൊച്ചു പട്ടണമാണെന്നേ, നമുക്ക് ഈസി വാക്ക് ഓവറാണ്, വേഗം അവരെ തോൽപ്പിക്കാനും. എന്നാൽ അത് മതിയെന്ന് യോശുവയും പറഞ്ഞു. ഇവർ പോയി കീഴടക്കാൻ പോയപ്പോൾ അങ്ങോട്ട് പോയതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തിരിച്ചോടേണ്ടി വന്നു. എന്താ സംഭവിച്ചത്? ഹായിയുടെ മുമ്പിൽ ഇവർ തോറ്റുപോയി എന്ന് മാത്രമല്ല,
ഈ കൊച്ചു പട്ടണത്തിന് മുമ്പിൽ തോറ്റുപോയാൽ ഇനി കരൻ നാട്ടിലെ ബാക്കി കീഴടക്കേണ്ട രാജ്യങ്ങൾ വല്ലതും കീഴടക്കാൻ ഒക്കുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. കണ്ടോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? യോശുവ ദൈവത്തിൻ്റെ മുമ്പാകെ നെടുമ്പാട് വീണു. നിങ്ങൾ സമയമുള്ളപ്പോൾ ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. യോശുവ അങ്ങനെ ദൈവസന്നിധിയിൽ, ദൈവമേ എന്താ സംഭവിച്ചത്? ഉടനെ 7:10 പറഞ്ഞു, യഹോവ യോശുവയോട് അരുളി ചെയ്തു, നീ എഴുന്നേൽക്ക, നീ എന്തിനാ ഇങ്ങനെ വീണ് കിടക്കുന്നത്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഇത് ശപഥാർപ്പിതമാണ് എന്ന് യെരിഹോവിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഉടനെ യോശുവ എന്താ, ആരാ പാപം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരെയും വരുത്തി ചീട്ടിട്ടു. ചീട്ട് അവസാനം ആഖാൻ, അതിൻ്റെ 18-ാമത്തെ വാക്യം, ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാനോട് ചോദിച്ചു, മോനെ എന്തോ നീ ചെയ്തേ? യോശുവ ചോദിച്ചു, എന്താ ചെയ്തു? ഉടനെ ആഖാൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും കണ്ടപ്പോൾ 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കൂടെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാനത് സൂത്രത്തിൽ കൊണ്ടുവന്നു കുഴിച്ചിട്ടിരിക്കുക എന്നെല്ലാം ഉള്ള കാര്യം പറഞ്ഞു. ഉടനെ ദൈവത്തിൻ്റെ ന്യായവിധി അതിൻ്റെ മേൽ എന്താ, ആഖാനെയും അവനുള്ള എല്ലാവരെയും, അവൻ്റെ പുത്രന്മാർ പുത്രിമാർ, അവൻ്റെ കാള കഴുത ആട് കൂടാരം, ഇങ്ങനെ അവനുള്ള സകലവും എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. 7-ന്റെ 24-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കുക. ഈ ആഖാനെയും അവൻ്റെ ബന്ധുമിത്രാദികളെയും അവൻ്റെ ഭാര്യയും കുട്ടികളെയും അവൻ്റെ സ്വത്തും എല്ലാം എങ്ങോട്ട് കൊണ്ടുപോയി? ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇസ്രായേൽ മുഴുവൻ അവരെ കല്ലെറിഞ്ഞു, അവരെ ചുട്ടുകളഞ്ഞു, ഒരു കുന്ന് അവരുടെ മേൽ കൂട്ടി. എന്നിട്ട് ഇന്നും ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് പേരിട്ടേക്കും. ഇനിയും അവിടെ നിന്നാണ് നമ്മൾ ഹോശേയ 2:15 പോകുന്നത്. എന്താ, ഞാൻ അവൾക്ക് പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഈ തുറന്നു കൊടുക്കുന്ന വാതിൽ എവിടാ? ആഖോർ താഴ്വരയില്ല. ആഖോർ താഴ്വര എന്ന് പറയുന്നത് എന്താ? നാണക്കേടിൻ്റെ, ഇസ്രായേലിൻ്റെ തോൽവിയുടെ, ചതിയുടെ, വഞ്ചനയുടെ, അനുസരണമില്ലായ്മയുടെ ഒക്കെ നിദർശനമായ സ്ഥലമാണ് ആഖോർ താഴ്വര. ആ ആഖോർ താഴ്വരയിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, സഹോദരി, എൻ്റെയും നിൻ്റെയും ഏറ്റവും നാണക്കേടിൻ്റെ അതേ രംഗത്ത് തന്നെ ദൈവം എന്തോ ചെയ്യും? പ്രത്യാശയുടെ ഒരു വാതിൽ തുറന്നു. ഈ ദൈവത്തെ നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാം? ദൈവം കണ്ടോ, ഈ ഇസ്രായേലിനോട് പറയുക, ഈ ആഖോർ താഴ്വരയെ തന്നെ ഞാൻ പ്രത്യാശയുടെ വാതിലായിട്ട് തുറന്നു കൊടുക്കും. പ്രത്യാശ നമുക്ക് അറിയാം. പ്രത്യാശയുടെ പ്രത്യേകത എന്താ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആശയാണ്. ആശ വെറും ഹോപ്പല്ല. പ്രത്യാശ എന്ന് വെച്ചാൽ നല്ലൊരു പ്രത്യാശയ്ക്ക് നല്ലൊരു ഡെഫിനിഷൻ നമുക്ക് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയും. റോമർ 4 പ്രത്യാശ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കിയാൽ, നമുക്ക് സാധാരണ മലയാളത്തിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ബ്രദറെ അങ്ങനെയാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ഇത്തവണ നമ്മളെ പ്രത്യാശയുടെ കാര്യം നോക്കിയാൽ അവിടെ എന്താ, അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് കളയും. കാര്യം പ്രത്യാശയ്ക്ക് ഇംഗ്ലീഷിൽ ഹോപ്പെന്നേ ഉള്ളൂ. ഹോപ്പെന്ന് വെച്ചാൽ പ്രതീക്ഷയാണ്, പ്രതീക്ഷ, നല്ലൊരു ഹോപ്പ്. പക്ഷേ പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പാണ്. ആശയ്ക്ക് വിരോധമായ ആശയാണ് പ്രത്യാശ. ഇവിടെ ഇതാ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ് പ്രത്യാശയുടെ ഒരു നല്ല ഡെഫിനിഷനായിട്ട് നമുക്ക് എടുക്കാവുന്നത്. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആരെക്കുറിച്ചാണ് പറയുന്നത്? അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം എന്തായി? ബഹുജാതികൾക്ക് പിതാവാകുമെന്നായിരുന്നു ആ നിലയിലുള്ള പ്രവചനം. ദൈവത്തിൻ്റെ വാഗ്ദാനം അതായിരുന്നു, ബഹുജാതികൾക്ക് പിതാവാകും. അവസാനം പ്രായമായി, വയസ്സായി, 100 വയസ്സായി, ഭാര്യയ്ക്കും പ്രായമായി, ഒരു കുഞ്ഞുണ്ടാകാൻ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള എല്ലാ സാധ്യതയും അവസാനിച്ചു.
അവസാനം സാറാ ചിരിച്ചുപോയി കുഞ്ഞുണ്ടാകുമെന്ന് കേട്ടപ്പോൾ. ചിരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല, ഞാൻ ഇങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ നോക്കുക, ആശ പോയി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അവസാനത്തെ പ്രതീക്ഷയ്ക്കും ആ തിരിയും കെട്ടുപോയി. പക്ഷേ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആശയില്ലാത്തടത്ത് ആശയുടെ പുതിയ നാമ്പ് രൂപപ്പെടുന്നതാണ് പ്രത്യാശ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നതാണ് പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശയുടെ വാതിലായിട്ടാണ് ആഘോർ താഴ്വര. ആഘോർ താഴ്വരയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കാനില്ല. നാണക്കേടിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ, ഇരുണ്ട അധ്യായം മാത്രമാണ്. പക്ഷേ അവിടെ എന്താ? അവിടെയാണ് പ്രത്യാശയുടെ ഒരു വാതിൽ ദൈവം തുറന്നു തരുന്നത്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അബ്രഹാമിൻ്റെ കാര്യമോ ആഹാന്റെ കാര്യമോ യോശുവയുടെ കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മളെന്താ കാണേണ്ടത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതമായിട്ട് കാണുക. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആഘോർ താഴ്വരയുടെ ഓർമ്മയാണോ സഹോദര സഹോദരി നീ ഞാൻ കൊണ്ടു നടക്കുന്നത്? ഈ വചനത്തെ ഒരു വാഗ്ദാന വചനമായിട്ടെടുക്കുക. ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിലയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവപ്രത്യാശ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെയൊക്കെ കേവലം നമുക്കൊത്തിരി പരിചയം കൊണ്ട് പലപ്പോഴും ഈ വാക്കുകൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കേണ്ട ആ ഒരു അർത്ഥബോധം പലപ്പോഴും നമുക്കങ്ങ് നഷ്ടമായി പോകും. പ്രത്യാശ എന്തുവാ പ്രത്യാശ? സഹോദര, ആശയ്ക്ക് വിരോധമായി ആശ തരുന്ന വിശ്വാസമാണ്. ഇപ്പോൾ ഇതിനൊരു പോംവഴി കാണുന്നില്ലേ? 4 വശത്തും അടഞ്ഞു, മുമ്പും പിമ്പും എല്ലാം അടഞ്ഞു. മുമ്പും പിമ്പും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിട്ട് വെച്ചിരിക്കുന്നു. പോകാനൊരിടവുമില്ല. ആശയെല്ലാം നഷ്ടമായി. പക്ഷെ അവിടെയാണ് പ്രത്യാശയുടെ നാമം. ആഘോർ താഴ്വരയിൽ ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. അവിടെ തന്നെ നോക്കുക, ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. ഈ ബേത്ശേബ സംഭവമൊക്കെ ദാവീദിനെ എന്താക്കി തീർത്തു? ദാവീദിനെ കൂടുതൽ എളിമയുള്ളവനാക്കി തീർത്തു. പിന്നീട് നമുക്കറിയാം, അബ്ശാലോമിനെ പേടിച്ച് പോകുമ്പോൾ ഒരുത്തൻ വന്നിട്ട്, ശിമയി എന്നും പറഞ്ഞൊരുത്തൻ, ശൗലിൻ്റെ ഒരു ചാർച്ചക്കാരനാണ്, വന്നിട്ട് ദുഷ്ടാ പോ, നീ ശരിയാകുകയില്ല, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിൻ്റെ മഹം പോലും നിനക്കെതിരായി, ദുഷ്ടാ പോന്നും പറഞ്ഞ് മണലും ഒക്കെ വാരി ദാവീദിനെ എറിഞ്ഞു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന സേനാധിപൻ ചോദിച്ചു, ഈ ചത്ത നായെപ്പോലുള്ള ഇവൻ്റെ ചീത്തയും കേട്ടുകൊണ്ട് എന്തിനാ നിൽക്കുന്നത്? ഞാൻ ചെന്ന് ഒറ്റ വെട്ടിന് അവനെ തീർത്ത് കളയട്ടെ. ഉടനെ ദാവീദ് എന്താ പറഞ്ഞു? അവനെ ഒരാൾ വിട്ടതാണ്. ആരാ? ദൈവം വിട്ടതാണ്. ദാവീദിനെ പോയി ശപിക്കാമെന്ന് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഈ ശിമയി ആരാ? ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ അല്ലേ? ദൈവത്തിൻ്റെ ദൗത്യവുമായിട്ട് വരുന്നവനെയല്ലേ നമ്മൾ ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നില്ലേ പ്രിയപ്പെട്ടവർ? അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് പെരുമാറാനിടയായി? ദാവീദിൻ്റെ ഈ ബേത്ശേബ സംഭവത്തിന് മുമ്പും പിമ്പും ചരിത്രത്തെ മുഴുവൻ AD എന്നും BC എന്നും 2ആയിട്ട് തിരിക്കുമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ദാവീദിൻ്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. ബേത്ശേബ സംഭവത്തിന് മുമ്പും പിമ്പും ദാവീദിന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെ ആ നിലയിൽ ശപിച്ച ആ ശിമയെ പോലും അവനെ പോലും വെറുതെ വിട്ട ആ മനുഷ്യൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തൻ്റെ ശത്രുക്കളിൽ പോലും തിരിച്ചറിഞ്ഞവൻ. 27-ാം സങ്കീർത്തനം ദാവീദിൻ്റെ മറ്റൊരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ആ സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യം കണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഒരു വാക്യമാണ്. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്നല്ലേ. ആരാ ഇത് പറയുന്നത്? എന്തും ഇച്ഛിക്കുന്നത് എന്തും കയ്യിലാക്കാവുന്ന രാജാവാണ്. എല്ലാ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ഉള്ളവൻ. പക്ഷേ ആ ദാവീദ് പറയുന്നു, എനിക്ക് ആകെപ്പാടെ ഒരൊറ്റ കാര്യം മതി. എന്താ? ദൈവത്തിൻ്റെ മനോഹരത്വം ഒന്ന് കാണും. ദൈവത്തിൻ്റെ പ്രസൻസിനായിട്ടുള്ള ആ നിലയിലൊരു എർജ്, ആ നിലയിലൊരു ദാഹം, ഇതെല്ലാമാണ് ദാവീദിന് ഈ സംഭവങ്ങളെല്ലാം സമ്മാനിച്ചത്.
ചുമ്മാതാണോ ദാവീദിനെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ ആ നിലയിലുള്ള പരാജയങ്ങളെ എണ്ണിയും പറഞ്ഞു. എന്തിന്? നമുക്ക് നമ്മളെ തന്നെ ശപിച്ചും നിരാശപ്പെട്ടും വിഷമിച്ചും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവം എപ്പോഴും എന്താ ചെയ്യുന്നത്? ആഘോർത്താഴ്വരെയും പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുന്നവനാണ്. ആകപ്പാടെ ഒരൊറ്റ കാര്യം മതി, തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. അതുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള. ചിലപ്പം സഭയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില പാവപ്പെട്ട സഹോദരന്മാർ, അവർക്ക് വലിയ തിയറി ഒന്നും പറഞ്ഞുകൂടാ, വലിയ വേദശാസ്ത്രമൊന്നും പറഞ്ഞുകൂടാ. നമ്മളെപ്പോലെ ത്രിയേകത്വത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളൊക്കെ തലനാരിൻ്റെ കീറി വിശദീകരിക്കാനൊന്നും പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർ എണ്ണീറ്റ് പക്ഷേ ഒരു വാചകം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ കണ്ണുനീർ, അവരുടെ ഹൃദയത്തിൻ്റെ ഒരു തേങ്ങൽ, അത് ആ സഭയെ മുഴുവൻ എത്രമാത്രം വിശുദ്ധിയിലേക്ക് കൈപിടിച്ചായിരിക്കും. നമ്മുടെ 1 മണിക്കൂർ പ്രസംഗം പോലും ആളുകളെ ഏശുകയില്ല, എല്ലാവരും ഇരുന്ന് ഉറങ്ങുകയൊക്കെയാണ്. എന്നാൽ ഈ പാവപ്പെട്ട സഹോദരി എന്താ വ്യത്യാസം? നമ്മൾ ഒത്തുവാക്യമെല്ലാം നോക്കി, മറ്റേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം സ്റ്റഡി ചെയ്ത് കൊണ്ടുവന്ന് ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. ആളുകളെ സ്പർശിക്കുന്നില്ല. മറ്റേത് തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നിലയിൽ ഒരാളായി തീരണം. അത് കേവലം ഈ മീറ്റിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മൾ ഈ സൗകര്യമാരെക്കുറിച്ച് നല്ല കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ മറുവശവും പറയാൻ പറ്റും. അതായത് ഈ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം ഈ സഹോദരിമാരൊക്കെ അവരവരെ അങ്ങ് കുറ്റപ്പെടുത്തി, അയ്യോ കൃമിയും പുഴുവും ദോഷിയും പുല്ലും എല്ലാമായ ഞാൻ കൃമി അവനെന്നെ വിശേഷിപ്പിക്കുക, കൃമി. പക്ഷേ ഈ കൃമി എന്ന് പറയുന്ന ഈ അമ്മയുണ്ടല്ലോ, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മരുമോടെ മുമ്പിൽ നിൽക്കുമ്പം മൂർഖം പാമ്പിൻ്റെ കൂട്ടാൻ നിൽക്കുന്നു. കൃമി എന്നാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തകർച്ച, നുറുക്കം ഒരു മീറ്റിങ്ങിൽ മാത്രം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. ഇതിനെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കണം. നമുക്കെന്താ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആരും നമ്മളോട് പെരുമാറുകയില്ല, നമ്മുടെ മരുമക്കളും പെരുമാറുകയില്ല. പക്ഷേ എന്താ, ശിമെയിയെ ദൈവത്തിൻ്റെ ദാസനായിട്ട് കണ്ട ദാവീദ്, ആ ഒരു തകർച്ച, ഹൃദയനുറുക്കമുണ്ടെങ്കിൽ നമുക്കെല്ലാവരെയും വെറുതെ വിടാനായിട്ട് വരും. ഒരാളോട് നമുക്കൊരു പ്രയാസമില്ല. ദൈവം അനുവദിച്ചു, അവനെ പോയി ശപിക്കാമെന്ന് പറഞ്ഞ് ദൈവം വിട്ടപ്പം പാവം ശിമയ്ക്ക് വന്ന് ശപിക്കാതിരിക്കാൻ നിൽക്കും. അവനെ ഞാൻ കൊല്ലാം, അയ്യോ അവനൊരു ചായ വാങ്ങിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ കണ്ടോ, കാഴ്ചപ്പാട് മാറിപ്പോവും. ഇതൊക്കെ കേവലം തിയറിയായിട്ടിരിക്കാതെ ഇതിനെ യാഥാർത്ഥ്യത്തിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നാലേ ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്മളിത് കേവലം ചില ആശയങ്ങളായിട്ട്, ചില സിദ്ധാന്തങ്ങളായിട്ട് വിരിക്കരുത്. അതുപോലെ തന്നെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം നമ്മെയാണ് നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്, നമ്മുടെ പെർഫോമൻസിനെയല്ല. എന്താ പറഞ്ഞത്? നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും, നമുക്ക് ഇപ്പോൾ ആരാധിക്കാം, നമുക്ക് ഉടനെ കൈ ഉയർത്താം, നമുക്കത് പറയാം, ഇതെല്ലാം. അപ്പം നമ്മൾ അബോധപൂർവമാണെങ്കിലും നമ്മളിവിടെ മീറ്റിംഗ് സ്ഥലത്ത് വന്നിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ദൈവത്തെ തൃപ്തിപ്പെടുത്തുമെന്ന് നമ്മൾ അബോധപൂർവം ചിന്തിച്ചു പോയിട്ടുണ്ടോ? ഇതിൻ്റെ അർത്ഥം കൈ പൊക്കണ്ടെന്നല്ല, ദൈവത്തെ സ്തുതിക്കേണ്ടെന്നല്ല. നിങ്ങളെക്കാളൊക്കെ കൈ പൊക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയല്ല. എങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. ദൈവം, സഹോദര സഹോദരി, എന്നെയും നിന്നയിലുമാണ് ദൈവത്തിന് താല്പര്യം, നമ്മുടെ പെർഫോമൻസിലല്ല, നമ്മുടെ പരിപാടികളിലല്ല. നമ്മുടെ പരിപാടി എന്തിൽ നിന്നും ഉരുത്തിരിയണം? നമ്മിൽ നിന്ന് തന്നെ, നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്നതാവണം നമ്മുടെ ആരാധനയായാലും നമ്മുടെ പ്രോഗ്രാമുകളായാലും. അല്ലാതെ ഇത് രണ്ടായിട്ട് കിടന്നാൽ ദൈവം ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത് എന്തിലാണ്? ആ വ്യക്തിയിലാണ്. ആ വ്യക്തിയുടെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ? അവനെക്കുറിച്ച് തന്നെയുള്ള ചിന്ത എന്താ? ഈ കാര്യങ്ങളാണ് ദൈവം നോക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ താഴ്മയുള്ള ചിന്തയിൽ എപ്പോഴും നിൽക്കാൻ കഴിയും? നമ്മൾ റോമർ 8:29 നമ്മൾ വായിച്ചതുപോലെ ദൈവത്തെ, കർത്താവിനെ തന്നെ നമുക്കൊരു നിലവാരമായിട്ട് വയ്ക്കാം. ഇതിനു വേണ്ടി ആ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്.
ഞാൻ ചിലപ്പോൾ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇടാ പാപത്തിൻ്റെ പരിഹാരം വരുത്താനാണ് കർത്താവ് ഭൂമിയിൽ വന്നത് എന്നാണല്ലോ നമ്മളെല്ലാം പറയുന്നത്. പാപത്തിൻ്റെ പരിഹാരം കാൽവരി ക്രൂശിലാണ് വരുത്തിയത്. എന്നാൽ പിന്നെ കർത്താവിന് നേരെ ഇനി വന്ന് 30-ാം വയസ്സിലോ 32-ാം വയസ്സിലോ വന്ന് 33-ാം വയസ്സിലങ്ങ് മരിച്ചാൽ പോരായിരുന്നു. വെറുതെ എന്തിന് 10-30 വർഷം പാഴാക്കിയത് ഈ ഭൂമിയിൽ? തച്ചൻ്റെ പണിശാലയിലും മറിയുടെയും ജോസഫിൻ്റെയും കൂടെ തന്നെ വിശ്വസിക്കാത്ത സഹോദരങ്ങളുടെ കൂട്ടത്തിലും വീട്ടിലുമൊക്കെ എന്തിനാ ഇങ്ങനെ പാഴാക്കിയത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ജീവിതം എന്തിനായിരുന്നു? എങ്ങനെയാണ് ഈ ലോകത്ത് തന്നെ അംഗീകരിക്കാത്ത ആളുകളുടെ ഇടയിൽ ജീവിച്ചാലും ആരോടും ഒരു കയ്പില്ലാതെ സ്നേഹത്തോടെ പെരുമാറാൻ, പിതാവിന് പ്രസാദകരമായിട്ട് ജീവിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതിന് നമുക്കൊരു മാതൃകയാകാൻ വേണ്ടിയാണ് കർത്താവ് വന്ന് ഈ 33 വർഷം ജീവിച്ച് കാണിച്ചത്. കേവലം ക്രൂശിൽ മരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അന്നേരം വന്നാൽ മതിയായിരുന്നല്ലോ. ഈ 33 വർഷവും നമ്മൾ പ്രയോജനമായിട്ട് എടുക്കണം. ക്രൂശിലെ രക്തത്തെ നമ്മൾ പ്രയോജനമായിട്ട് എടുത്തിട്ടുണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ കർത്താവിൻ്റെ ഈ ജീവിതമോ? ഇതെല്ലാം അറിയാവുന്ന പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്ക് മുമ്പാകെ ഒരു കാൽച്ചുവട് വെച്ചേച്ചു പോയി. അതാണ്, ആ കാഴ്ചപ്പാടാണ് നമ്മുടെ നിലവാരമെങ്കിൽ നമ്മൾ എന്നും ഒരു നിലവിളിയിലായിരിക്കും. നമുക്ക് മറ്റൊരാളെ നേരെ ചൂണ്ടാൻ ഒരു വിരലുണ്ടാവുകയില്ല. നമ്മൾ ആ ചൂണ്ടേണ്ട വിരലുകളെല്ലാം മടക്കി പിടിച്ച് സ്വന്തം മാറത്തടിക്കും. സ്വന്തം മാറത്തടിച്ചാൽ നീതീകരിക്കപ്പെട്ടവനായിട്ട്, ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായിട്ടിരിക്കാനായിട്ടും നമുക്കത് പോരെ. ഒരു പാട്ട് പാടാനുള്ള പ്രലോഭനത്തെ എനിക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാടാൻ അറിഞ്ഞുകൂടെങ്കിലും ഞാനൊരു പാട്ട് മുമ്പേ ആരോ സഹനങ്ങൾ 151-ാമത്തെ പാട്ടാണ്, നിങ്ങൾ 148-ാമത്തെ പാട്ട്. എന്നെ തേടി വിണ്ണകരം വിട്ടു മഞ്ഞിൽ വന്നവനാ, എൻ്റെ പാപ ശാപമകറ്റ ജീവനെ തന്നവനാ, എന്തിനൂഹ തൻ തിരു സ്നേഹ പാശബന്ധ പഴിക്കുവാൻ കഴിയാ, അതെന്നുമെന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാ, എന്നുമെന്നും ഞാനിനി അവനിലും അവനിലും എന്നിലുമാ. യേശു ആരിലും ഉന്നതനാമൻ ആത്മസഹാവനേ. നമുക്ക് എഴുന്നേറ്റ് വെക്കാം. എങ്കിലും എന്നെ ഏവരുമെന്നെ കൈവെടിഞ്ഞിടുകിൽ യേശുദാനൻ അരികിൽ വരുമേ. ഏതു കേരവും തീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോ, ഏതു കേരവും തീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോ. പ്രിയപ്പെട്ടവരെ, അമ്മ കുഞ്ഞിനെ മറക്കുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ പാടിയത് എന്താ? തായ് അമ്മ മറക്കാം, എങ്കിലും എന്നെ മറക്കാത്ത ഒരു സ്നേഹിതനാണ് എൻ്റെ കർത്താവ്. ആ കർത്താവുമായിട്ടുള്ള ബന്ധം അതല്ലേ ഏറ്റവും വിലയേറിയത്. ആ കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കാൻ എങ്ങനെ കഴിയും? അവിടുത്തെ ഹൃദയത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? അവിടുത്തെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പാക്കി തീർക്കാൻ എങ്ങനെ കഴിയും? നമ്മുടെ സ്വയം തകരണം, തകർന്ന ഒരു ഹൃദയം, നുറുങ്ങിയ ഒരു മനസ്സ്. അതിനുവേണ്ടി നമുക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം.
നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില തെറ്റുകളെ പോലും നമുക്കത് പ്രയോജനമായിട്ടെടുക്കാം. അങ്ങനെ വന്നാൽ ആഘോർ താഴ്വരയിലും ഒരു പ്രത്യാശയുടെ വാതിൽ തുറന്നു തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നോക്കുക, ഇത് വേറെ ലോകത്തെങ്ങും ഉണ്ടാകുകയില്ല. ക്രിസ്തീയതയിൽ മാത്രമേ, കർത്താവിൻ്റെ അടുത്ത് മാത്രമേ ഈ നിലയിലൊരു അംഗീകാരം തോറ്റവരെ ചേർത്ത് പിടിക്കാൻ കർത്താവേ ഉള്ളൂ. സഹോദരി, നീ പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടെങ്കിൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ, നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തിയും ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കാതെ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൻ്റെ ആഘോർ താഴ്വരയെ തന്നെ പ്രത്യാശയുടെ ഒരു വാതിലായിട്ട് തുറന്നു തരും. നമുക്കിത് ജീവിതത്തിൽ കേവലം ഇതിനെ മീറ്റിങ്ങിൽ മാത്രം ഒതുക്കല്ലേ, നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കൊണ്ടുപോകാം. എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് വീണ്ടും നമ്മൾ കഠിനരായി തീർന്നാൽ കർത്താവിൻ്റെ ആ നിലവാരത്തെ നമുക്ക് ഓർക്കാം. അതോർക്കുമ്പോൾ അതിൻ്റെ മുമ്പാകെ നമ്മളൊന്നുമില്ല. അവനിൽ പ്രത്യാശയുള്ളവൻ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ആ ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിലുണ്ടാകും.